ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? എ. മുസ്സോറി, ബി. നീലഗിരി, സി. ഡാർജിലിംഗ്, ഡി. കൊടൈക്കനാൽ. ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ഉത്തരം ഡി. കൊടൈക്കനാൽ. മൺസൂൺ എന്ന വാക്ക് ഏതു ഭാഷയിൽ നിന്ന് എടുത്തതാണ്? എ. ലാറ്റിൻ, ബി. ഇംഗ്ലീഷ്, സി. അറബി, ഡി. സംസ്കൃതം. മൺസൂൺ എന്ന വാക്ക് ഏതു ഭാഷയിൽ നിന്ന് എടുത്തതാണ്? ഉത്തരം സി. അറബി. ഒരു സംസ്ഥാനത്ത് ഗവർണർ ആയതിനു ശേഷം പ്രസിഡന്റ് ആയ ആദ്യ വ്യക്തി ആര്? എ. ഫക്രുദ്ദീൻ അലി അഹമ്മദ്, ബി. എ.പി.ജെ. അബ്ദുൽ കലാം, സി. നീലം സഞ്ജീവ് റെഡ്ഡി, ഡി. സക്കീർ ഹുസൈൻ. ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡന്റ് ആയ വ്യക്തി ആര്? ഉത്തരം ഡി. സക്കീർ ഹുസൈൻ. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏത്? എ. മംഗളവനം, ബി. സൈലന്റ് വാലി, സി. ഇരവികുളം, ഡി. നെയ്യാർ. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏത്? ഉത്തരം ബി. സൈലന്റ് വാലി. ഇന്ത്യയുടെ മതസാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം ഏത്? എ. പ്രാർത്ഥനാ സമാജം, ബി. ബ്രഹ്മസമാജം, സി. ആര്യ സമാജം, ഡി. ദേവസമാജം. ഇന്ത്യയുടെ മതസാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനം ഏത്? ഉത്തരം ബി. ബ്രഹ്മസമാജം. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യം ഏത്? എ. ഇറാൻ, ബി. ബ്രസീൽ, സി. ഫ്രാൻസ്, ഡി. ഈജിപ്ത്. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യം ഏത്? ഉത്തരം ബി. ബ്രസീൽ. തനിമ, കൃത്തിക എന്നീ പദ്ധതികൾ ഏതു മേഖലയുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ നടപ്പാക്കുന്നവയാണ്? എ. ഫിഷറീസ്, ബി. ആരോഗ്യം, സി. വിനോദസഞ്ചാരം, ഡി. കൈത്തറി. തനിമ, കൃത്തിക എന്നീ പദ്ധതികൾ ഏതു മേഖലയുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ നടപ്പാക്കുന്നവയാണ്? ഉത്തരം ഡി. കൈത്തറി. കേരളത്തിൽ കളിമണ്ണ് നിക്ഷേപം കൂടുതലുള്ള പ്രദേശം ഏത്? എ. തലശ്ശേരി, ബി. കുണ്ടറ, സി. മൂന്നാർ, ഡി. പുനലൂർ. കേരളത്തിൽ കളിമണ്ണ് നിക്ഷേപം കൂടുതലുള്ള പ്രദേശം ഏത്? ഉത്തരം ബി. കുണ്ടറ. ദേശീയ യുവജന ദിനാഘോഷത്തിൻ്റെ ഭാഗമായി ജനുവരി 12, 2020 നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് എവിടെ? എ. ലക്നൗ, ബി. ഹൈദരാബാദ്, സി. ബാംഗ്ലൂർ, ഡി. നോയിഡ. ദേശീയ യുവജനാഘോഷത്തിൻ്റെ ഭാഗമായി ജനുവരി 12, 2020 നാഷണൽ യൂത്ത് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് എവിടെ? ഉത്തരം എ. ലക്നൗ. യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവിക മാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിൽ എത്തിയ പോർച്ചുഗീസ് നാവികൻ ആര്? യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവിക മാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആര്? എ. അൽഫോൻസ ഡി അൽബുക്കർക്ക്, ബി. പെട്രോ അൽവാരിസ് കബ്രാൾ, സി. ഫ്രാൻസിസ്കോ ഡി അൽമേഡ, ഡി. വാസ്കോ ഡ ഗാമ. യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവിക മാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആര്?
ഉത്തരം ഡി. വാസ്കോഡ ഗാമ. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? എ. ജവഹർലാൽ നെഹ്റു, ബി. രാജീവ് ഗാന്ധി, സി. ഇന്ദിരാഗാന്ധി, ഡി. മൊറാർജി ദേശായി. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ഉത്തരം എ. ജവഹർലാൽ നെഹ്റു. പൊതുനിയമങ്ങളിൽ അവസരസമത്വം ഉറപ്പുനൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? എ. അനുച്ഛേദം 20, ബി. അനുച്ഛേദം 16, സി. അനുച്ഛേദം 21, ഡി. അനുച്ഛേദം 15. പൊതുനിയമങ്ങളിൽ അവസരസമത്വം ഉറപ്പുനൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? ഉത്തരം ബി. അനുച്ഛേദം 16. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്ത്? എ. പൗരത്വം, ബി. ഇന്ത്യയിലെ പ്രദേശങ്ങൾ, സി. നിർദ്ദേശക തത്വം, ഡി. മൗലിക അവകാശങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്ത്? ഉത്തരം ഡി. മൗലിക അവകാശങ്ങൾ. ഏതു വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല? എ. പഴശ്ശി വിപ്ലവം, ബി. മലബാർ ലഹള, സി. പുന്നപ്ര വയലാർ സമരം, ഡി. കയ്യൂർ സമരം. ഏതു വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല? ഉത്തരം എ. പഴശ്ശി വിപ്ലവം. 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ്? എ. കോട്ടയം, ബി. കണ്ണൂർ, സി. വെങ്ങാനൂർ, ഡി. പുന്നപ്ര. 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ്? ഉത്തരം സി. വെങ്ങാനൂർ. നാഷണൽ ബുക്ക് ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ 2020 വേൾഡ് ബുക്ക് ഫെയർ നടന്നതെവിടെ? എ. മുംബൈ, ബി. ന്യൂഡൽഹി, സി. ഗോവ, ഡി. ചെന്നൈ. നാഷണൽ ബുക്ക് ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ 2020 വേൾഡ് ബുക്ക് ഫെയർ നടന്നതെവിടെ? ഉത്തരം ബി. ന്യൂഡൽഹി. എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? എ. തലശ്ശേരി, ബി. പാനൂർ, സി. തളിപ്പറമ്പ്, ഡി. പയ്യന്നൂർ. എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? ഉത്തരം എ. തലശ്ശേരി. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ട് ആയ ഏത് നദിക്കരയിലാണ്? എ. സിന്ധു, ബി. യമുന, സി. ബ്രഹ്മപുത്ര, ഡി. ഗംഗ. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ട് ആയ ഏത് നദിക്കരയിലാണ്? ഉത്തരം എ. സിന്ധു. ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആര്? എ. വി. വി. ഗിരി, ബി. ഡോക്ടർ എസ്. രാധാകൃഷ്ണൻ, സി. ഡോക്ടർ സക്കീർ ഹുസൈൻ, ഡി. ഗ്യാനി സെയിൽ സിംഗ്. ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആര്? ഉത്തരം ബി. ഡോക്ടർ എസ്. രാധാകൃഷ്ണൻ. ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏത്? എ. കൃഷ്ണ, ബി. നർമ്മദ, സി. മഹാനദി, ഡി. കാവേരി. ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏത്? ഉത്തരം ബി. നർമ്മദ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡന്റ് ആയ ആദ്യ വനിത ആര്? എ. ആനി മാസ്ക്രീൻ, ബി. അക്കാമ ചൊറിയാൻ, സി. അന്ന ചാണ്ടി, ഡി. എ. വി. കുട്ടിമാളു അമ്മ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡന്റ് ആയ ആദ്യ വനിത ആര്?
ഉത്തരം ബി. അക്കാമ ചൊറിയാൻ.